പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. മാരാനാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം മുന്നമേ അറിയിക്കട്ടെ. ഒരിക്കൽ കൂടെ നമുക്ക് ദൈവസന്നിധിയിൽ കൂടി ആയിരിക്കാൻ ദൈവം കൃപ നൽകി. പ്രാർത്ഥനയോടെ നമുക്ക് ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് ഒരുങ്ങാം. നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായി ഞങ്ങൾ സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ, പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ, അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും എല്ലാ ഈശ്വരങ്ങളാലും ഞങ്ങൾ നിറയ്ക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പ്രിയ ദൈവമക്കളെ, നമ്മൾ വിശ്വാസത്തെക്കുറിച്ചാണ് ധ്യാനിച്ചു പോരുന്നത്. വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ദൈവ സ്വഭാവത്തിലും ദൈവികമായിട്ടുള്ള വിശ്വസ്തതയിലും ഉറപ്പിലൊക്കെയാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് പോന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചത് ധ്യാനിച്ചതും യോശുവയുടെ പുസ്തകത്തിൽ നിന്നാണ്. 6-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 21 വരെ വാക്യങ്ങൾ നമ്മൾ വായിച്ചു. എബ്രായർ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വാക്യത്തിൽ നിന്നാണ് നമ്മൾ പുതിയ നിയമത്തിൽ നിന്ന് എടുത്തത്. നമ്മൾ എബ്രായർ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യത്തിൽ രാഹബിനെ കുറിച്ച് പൗലോസ്ലീഹ പറയുന്ന ഭാഗമാണ്. വിശ്വാസത്താൽ രാഹബ് നേടിയ കൃപ അല്ലെങ്കിൽ അനുഗ്രഹത്തെക്കുറിച്ച് പൗലോസ്ലീഹ പറയുന്നു. 31-ാമത്തെ വാക്യം, വേശ്യയായ രാഹബ് വിശ്വാസം നിമിത്തം ചാരന്മാരെ സമാധാനത്തിൽ സ്വീകരിച്ചുകൊണ്ട് അവൾ അവിശ്വാസികളോടൊപ്പം നശിച്ചില്ല. രാഹബിനെ വേദപുസ്തകം പരിചയപ്പെടുത്തുന്നത് വേശ്യാസ്ത്രീയായിട്ടാണ്. അത് യോശുവയുടെ പുസ്തകം 2-ാം അധ്യായത്തിലാണ്. യോശുവയുടെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ വാക്യങ്ങൾ വായിക്കുമ്പോൾ, നൂനിൻ്റെ മകനായ ജോഷുവ ഷിത്തീമിൽ നിന്ന് 2 പേരെ രഹസ്യ നിരീക്ഷണത്തിന് അയച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ പോയി നാട് നിരീക്ഷിക്കുവിൻ, പ്രത്യേകിച്ച് ജെറീക്കോ. അവർ പട്ടണത്തിലെത്തി വേശ്യയായ രാഹബിൻ്റെ വീട്ടിൽ രാത്രി കഴിച്ചു. നാട് ഉറ്റുനോക്കാൻ ഇസ്രായേൽക്കാർ രാത്രിയിൽ അവിടെ എത്തിയിട്ടുണ്ടെന്ന് ജെറീക്കോ രാജാവിന് അറിവ് കിട്ടി. അവൻ ആളയച്ച് രാഹബിനെ അറിയിച്ചു, നിൻ്റെ അടുക്കൽ വന്നിട്ടുള്ളവരെ വിട്ടുതരിക, അവർ ദേശം ഉറ്റുനോക്കാൻ വന്നവരാണ്. ഇരുവരെയും ഒളിപ്പിച്ചിട്ട് അവൾ പറഞ്ഞു, ഏതാനും പേർ ഇവിടെ വന്ന് എന്നത് വാസ്തവം തന്നെ, എന്നാൽ അവർ എവിടത്തുകാരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. രാത്രിയിൽ പട്ടണവാതിൽ അടയ്ക്കുന്നതിന് മുമ്പേ അവർ പുറത്തുപോയി. അവർ എങ്ങോട്ടാണ് പോയതെന്നും എനിക്ക് അറിഞ്ഞുകൂടാ. വേഗം ചെന്നാൽ നിങ്ങൾക്ക് അവരെ പിടികൂടാ. അവളാകട്ടെ അവരെ പുരമുകളിൽ അടുക്കി വച്ചിരുന്ന ചണത്തുണ്ടുകൾക്കിടയിൽ ഒളിപ്പിച്ചിരുന്നു. അന്വേഷിച്ചു വന്നവർ ജോർദാനിലേക്കുള്ള വഴിയിൽ കടവ് വരെ അവരെ തിരഞ്ഞു. അന്വേഷകർ പുറത്തു കടന്നയുടനെ പട്ടണവാതിൽ അടയ്ക്കുകയും ചെയ്തു. ഈ രാഹബ് എന്ന് പറയുന്ന സ്ത്രീ അവളുടെ സ്വന്തം നാടിൻ്റെ രാജാവിനോട് ഇങ്ങനെ ആളുകൾ ഇവിടെ വന്നിട്ടില്ല എന്ന് നുണ പറയുകയാണ്. എന്തിനു വേണ്ടിയാണെന്ന് അവൾ അത് പിന്നീട് പറയുന്നുണ്ട്. 8-ാമത്തെ വാക്യം പറയുന്നത്, കിടക്കാൻ പോകുന്നതിന് മുമ്പ് രാഹബ് അവരുടെ അടുക്കൽ ചെന്ന് പറഞ്ഞു, കർത്താവ് ഈ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. നിങ്ങൾ ഞങ്ങളെ ഭയചകിതരാക്കുന്നു. നാട് മുഴുവൻ നിങ്ങളെക്കുറിച്ചുള്ള ഭീതി നിറഞ്ഞിരിക്കുന്നു. നിങ്ങൾ ഈജിപ്തിൽ നിന്ന് പോന്നപ്പോൾ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെങ്കടലിലെ വെള്ളം വറ്റിച്ചതും ജോർദാൻ അക്കരെ സീഹോൻ, ഓഗ് എന്ന 2 അമോര്യ രാജാക്കന്മാരെ നിങ്ങൾ നിർമൂലമാക്കിയത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ ഞങ്ങളുടെ മനസ്സ് തകർന്നു. നിങ്ങൾ നിമിത്തം എല്ലാവരും നഷ്ടധൈര്യരായി.
മുകളിൽ ആകാശത്തിലും താഴെ ഭൂമിയിലും നിങ്ങളുടെ ദൈവമായ കർത്താവ് തന്നെയാണ് ദൈവം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് കാരുണ്യത്തോടെ വർത്തിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ പിതൃഭവനത്തോടും കാരുണ്യപൂർവ്വം വർത്തിക്കുമെന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ എന്നോട് ശപഥം ചെയ്യുവേനെന്ന് ഈ ദേശം ഉറ്റുനോക്കാൻ വന്നവരോട് പറയുകയാണ്. റാഹബിൻ്റെ വിശ്വാസമെന്ന് പറയുന്നത് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ്? ആകാശത്തിലും താഴെ ഭൂമിയിലും നിങ്ങളുടെ ദൈവമായ കർത്താവ് തന്നെയാണ് ദൈവം, വേറൊരു ദൈവമില്ല എന്ന് അവൾ വിശ്വസിക്കുകയാണ്. കാരണം എന്താ? ഈ ദൈവത്തെക്കുറിച്ച് അവൾ കേട്ടു. എന്താണൊക്കെ കേട്ടിരിക്കുന്നത്? അവൾ ഈജിപ്തിൽ നിന്ന് നിങ്ങൾ പോന്നപ്പോൾ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെങ്കടലിലെ വെള്ളം വറ്റിച്ചതും ജോർദാൻ അക്കരെ സീഹോൻ ഓഗ് എന്ന 2 അമോര്യ രാജാക്കന്മാരെ നിങ്ങൾ നിർമൂലമാക്കിയത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. വലിയ പ്രവൃത്തികൾ, ശക്തമായ കരത്തോടു കൂടിയാണ് ദൈവം ഇസ്രായേൽ ജനത്തെ കൊണ്ടുവന്നതെന്ന് ഈ സ്ത്രീ കേട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇവളുടെ പ്രവൃത്തി പാപമാണെങ്കിലും ഇവൾ വിശ്വാസത്താൽ രക്ഷപ്പെടുകയാണ്. ഇവൾ ചെയ്യുന്ന പ്രവൃത്തി വ്യഭിചാരമാണ്. അതിലേതെങ്കിലും സാഹചര്യങ്ങളോ കാരണങ്ങളൊക്കെ ഉണ്ടാകാം. അത് പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ കാരുണ്യം കൊണ്ട് അവൾക്ക് പാപമോചനം കിട്ടാവുന്നതാണ്. പക്ഷെ വിശ്വാസം എന്ന് പറയുന്നത് അവൾ ദൈവത്തെ ഭയപ്പെട്ടു, ദൈവത്തെ സ്നേഹിച്ചു, അവളെയും അവളുടെ കുടുംബത്തെയും രക്ഷിക്കാൻ കഴിയുന്ന ആളാണ് ദൈവമെന്ന് അവൾ വിശ്വസിച്ചു. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, റാഹബിൻ്റെ നന്മ പ്രവൃത്തിയാണ് നമ്മൾ യോശുവയുടെ പുസ്തകത്തിൽ കണ്ടത്. ദൈവികമായ ഒരു കാര്യത്തിനാണ് താൻ നിലനിൽക്കുന്നതെന്ന് മനസ്സിലായപ്പോൾ തൻ്റെ ജീവൻ വരെ അപകടത്തിലാക്കിക്കൊണ്ട് അവൾ ആ പ്രവൃത്തിക്ക് തയ്യാറായി എന്നുള്ളതാണ്. ഇവരെ അവിടെ വെച്ച് കണ്ടുപിടിക്കുകയും ഈ സ്ത്രീ രാജാവിനോട് നുണയാണ് പറഞ്ഞതെന്നൊക്കെ മനസ്സിലായാൽ അവളുടെ ജീവൻ തന്നെ അപകടത്തിലാകും. പക്ഷേ അവൾ എന്ത് ചെയ്തു? അവളുടെ ഭവനം മതിലിനോട് ചേർന്നായതുകൊണ്ട് ജനൽ കൂടി കയറ് വഴി 3 പേരെയും ഇറക്കി വിട്ടു. അവർക്കൊരു ബുദ്ധിയും പറഞ്ഞു കൊടുത്തു. നിങ്ങളെ അന്വേഷിച്ച് നടക്കുന്നവർ തിരിച്ചു വരുന്നതുവരെ നിങ്ങൾ മലയിൽ ഇരിക്കുക എന്നെല്ലാം പറഞ്ഞ് വേണ്ട വണ്ണമുള്ള ക്രമീകരണങ്ങളൊക്കെ അവൾക്ക് ചെയ്തു കൊടുത്തു. നമ്മുടെ ജീവിതത്തിൽ ഇതിൽ നിന്ന് എന്താണ് പഠിക്കേണ്ടത്? ദൈവഹിതമാണ് എന്ന്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയാണെന്ന് ബോധ്യപ്പെട്ടാൽ ഏതറ്റം വരെയും, അല്ലെങ്കിൽ നമ്മുടെ ജീവൻ്റെ അപകടമല്ല, അല്ലെങ്കിൽ ജീവൻ്റെ പ്രശ്നമല്ല, ദൈവമാണ് നമ്മളെ സംരക്ഷിക്കുന്നതെന്നുള്ള വലിയ ബോധ്യം അവൾക്ക് ഉണ്ടായി. നമുക്കും ആ ഒരു ബോധ്യം ഈ വിശ്വാസത്തെക്കുറിച്ച്, അല്ലെങ്കിൽ വിശ്വാസവീരന്മാരെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്കും ആ ഒരു ബോധ്യം ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. മലാക്കി പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്. മലാക്കി പ്രവചനം 3-ാം അധ്യായം 6-ാമത്തെ വാക്യം. പഴയ നിയമ പുസ്തകത്തിലെ ഏറ്റവും അവസാനത്തെ ഭാഗമാണ്. 3-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു. കർത്താവായ എനിക്ക് മാറ്റമില്ല, മാറാത്തവനാണ് കർത്താവ്. കർത്താവായ എനിക്ക് മാറ്റമില്ല. അതുകൊണ്ട് കർത്താവ് ഈ റാഹബിനെ ജെറിക്കോ പട്ടണം പിടിച്ചെടുത്തു കഴിഞ്ഞപ്പോൾ
റാഹബിനെയും അവളുടെ കുടുംബത്തെ മുഴുവനുമായും രക്ഷിച്ചു എന്നുള്ളതാണ്. കർത്താവായ എനിക്ക് മാറ്റമില്ല എന്ന് ദൈവവചനം പറയുകയാണ്. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം, അതും കൂടി ഒന്ന് വായിച്ചു നോക്കാം നമുക്ക്. കർത്താവ് മാറ്റമില്ലാത്തവനാണെന്ന് ദൈവവചനം നമ്മളോട് സംസാരിക്കുകയാണ്. ഇവരൊക്കെ വലിയ വലിയ കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്തവരാണ്. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം, ഉത്തമവും പൂർണ്ണവുമായ എല്ലാ ദാനങ്ങളും ഉന്നതത്തിൽ നിന്ന് മാറ്റമോ മാറ്റത്തിൻ്റെ നിഴലോ ഇല്ലാത്ത പ്രകാശങ്ങളുടെ പിതാവിൽ നിന്ന് വരുന്നു. മാറ്റമോ മാറ്റത്തിൻ്റെ നിഴലോ ഒരു ലേശം പോലും, ഒരു കണിക പോലും എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഇല്ലാത്ത ദൈവത്തിൽ നിന്നാണ് എല്ലാ നന്മകളും എല്ലാ ദാനങ്ങളും വരുന്നത്. അപ്പോൾ എല്ലാ നന്മകളും എല്ലാ ദാനങ്ങളും ദൈവത്തിൽ നിന്നാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ, ഒന്ന് ദൈവ സ്വഭാവം നമ്മൾ രൂപപ്പെടുന്നു, മറ്റൊന്ന് ഈ ദൈവ സ്വഭാവത്തിന് അല്ലെങ്കിൽ ദൈവത്തിന് മാറ്റമില്ല. അവൻ്റെ വാക്കുകൾക്ക് മാറ്റമില്ല, അവൻ്റെ സ്വഭാവത്തിനും മാറ്റമില്ല എന്നുള്ളതാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വീണ്ടും എബ്രായർ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 33-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, എബ്രായർ 11:33 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, അവർ വിശ്വാസത്തിലൂടെ രാജ്യങ്ങൾ പിടിച്ചടക്കി, നീതി നടപ്പാക്കി, വാഗ്ദാനങ്ങൾ സ്വീകരിച്ചു, സിംഹങ്ങളുടെ വായ്കൾ പൂട്ടി. വിശ്വാസത്താൽ അവർ എന്തു ചെയ്തു? രാജ്യങ്ങൾ പിടിച്ചടക്കി. വിശ്വാസത്താൽ. നിസ്സാര കാര്യമല്ല. ദാനിയേൽ പ്രവചനം 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 27 വരെ വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ദാനിയേൽ പ്രവചനം 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 27 വരെ വാക്യങ്ങളിൽ കുറേ കാര്യങ്ങൾ വിശ്വാസത്തെക്കുറിച്ച് വ്യക്തമായിട്ട് എഴുതിയിരിക്കുകയാണ്. അവിടെ എന്താണ് കാണുന്നത്? വിശ്വാസത്താൽ ദാനിയേൽ സിംഹങ്ങളുടെ കുഴിയിൽ കിടന്നുവെന്നും വലിയ ധീരമായ നടപടികൾ ദാനിയേലിൻ്റെയൊക്കെ ജീവിതത്തിലുണ്ടായിരുന്നുവെന്ന് നമ്മൾ ദാനിയേലിൻ്റെ പുസ്തകത്തിൽ വായിക്കുന്നു. ദാനിയേൽ സിംഹങ്ങളുടെ വായടച്ചു എന്ന് പറഞ്ഞാൽ, ദാനിയേലിനെ ഭക്ഷിക്കാൻ വേണ്ടി സിംഹങ്ങളുടെ, അല്ലെങ്കിൽ ദാനിയേലിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ദുഷ്ടന്മാരായ ആളുകളുടെ ആലോചന പ്രകാരം എന്താ പറയുന്നത്, രാജാവ് തീരുമാനമെടുത്തു. ദാനിയേലിനോട് ഇഷ്ടക്കുറവോ സ്നേഹക്കുറവോ ഉണ്ടായിട്ടല്ല, രാജാവിൻ്റെ പ്രതിമയെ അല്ലെങ്കിൽ രാജാവിൻ്റെ ദൈവത്തെ ആരാധിക്കണമെന്നുള്ള കൽപ്പന പാലിക്കാഞ്ഞതുകൊണ്ടാണ് ദാനിയേലിന് ഇത്തരമുള്ളൊരു കൊലപാതകത്തിൽ, അല്ലെങ്കിൽ ദാനിയേലിനെ ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു സാഹസത്തിന് നിയമമുണ്ടാക്കി കൊണ്ടുവന്നതെന്ന് നമുക്കറിയാം. നിങ്ങൾ ദാനിയേലിൻ്റെ പുസ്തകം 6-ാം അധ്യായം വായിച്ചു നോക്കുക. രാജാവ് അതിരാവിലെ എഴുന്നേറ്റ് സിംഹങ്ങളുടെ കുഴിയിലേക്ക് തിടുക്കത്തിൽ ചെന്നു.
ദാനിയേലിനെ ഇട്ടിരുന്ന കുഴിക്കടുത്ത് ചെന്നപ്പോൾ ദുഃഖം നിറഞ്ഞ സ്വരത്തിൽ രാജാവ് വിളിച്ചു ചോദിച്ചു, ദാനിയേൽ, ജീവിക്കുന്ന ദൈവത്തിൻ്റെ ദാസ, നീ നിരന്തരം സേവിക്കുന്ന നിന്റെ ദൈവം നിന്നെ സിംഹങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ ശക്തനായിരുന്നോ? ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ദാനിയേലിനെ രാജാവ് ഒരു കാരണവശാലും ആപത്തും വരരുത് എന്ന് രാജാവ് ആഗ്രഹിച്ചിരുന്നതാണ്. പക്ഷേ ദാനിയേലിനോട് ശത്രുതയുള്ളവർ ഒരിക്കലും അത് നിസ്സാരമായിട്ട് എടുക്കുന്നില്ല. ദാനിയേലിനെ സിംഹങ്ങളുടെ കുഴിയിലേക്ക് എറിയുക തന്നെ ചെയ്തു. ദാനിയേൽ പ്രവചനം 6-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം. സിംഹങ്ങളുടെ കുഴിയിലേക്ക് എറിഞ്ഞു. രാജാവ് ദാനിയേലിനോട് പറഞ്ഞു, നീ നിരന്തരം സേവിക്കുന്ന നിന്റെ ദൈവം നിന്നെ രക്ഷിക്കട്ടെ. ദാനിയേലിനെ കുറിച്ചുള്ള വിധിക്ക് മാറ്റം വരാതിരിക്കാൻ കുഴി ഒരു കല്ലുകൊണ്ട് അടയ്ക്കുകയും രാജാവിൻ്റെയും പ്രഭുക്കന്മാരുടെയും മോതിരങ്ങൾ കൊണ്ട് അതിനെ മുദ്ര വയ്ക്കുകയും ചെയ്തു. രാജാവ് കൊട്ടാരത്തിലേക്ക് പോയി രാത്രി മുഴുവൻ ഉപവാസത്തിൽ കഴിച്ചുകൂട്ടി. വിനോദങ്ങളെല്ലാം അവൻ പരിത്യജിച്ചു. നിദ്ര അവനെ സമീപിച്ചില്ല. അത്രമാത്രം രാജാവ് ദാനിയേലിനെ കരുതിയിരുന്നു. പക്ഷേ രാജ്യത്തിൻ്റെ നിയമം എല്ലാവർക്കും ബാധകമാണല്ലോ. സിംഹക്കുഴിയിലേക്ക് എറിഞ്ഞുകൊടുത്തു. രാജാവ് ദുഃഖിതനൊക്കെയായി. പക്ഷേ അതിരാവിലെ, അന്ന് രാത്രി രാജാവ് ഉറങ്ങിയിട്ടില്ല, അതിരാവിലെ ചെന്നിട്ട് രാജാവ് വലിയ ദുഃഖത്തോടെ ചോദിക്കുകയാണ്. ചോദ്യം ഇതാണ്, ജീവിക്കുന്ന ദൈവത്തിൻ്റെ ദാസ, ജീവിക്കുന്ന ദൈവത്തിൻ്റെ ദാസ, നീ നിരന്തരം സേവിക്കുന്ന നിൻ്റെ ദൈവം നിന്നെ സിംഹങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ ശക്തനായിരുന്നോ? ദാനിയേൽ രാജാവിനോട് പറഞ്ഞു, രാജാവ് നീണാൾ വാഴട്ടെ. തൻ്റെ മുമ്പിൽ ഞാൻ കുറ്റമറ്റവനാണെന്ന് കണ്ടതിനാൽ എൻ്റെ ദൈവം ദൂതനെ അയച്ച് സിംഹങ്ങളുടെ വായടച്ചു. അവ എന്നെ ഉപദ്രവിച്ചില്ല. രാജാവേ, നിൻ്റെ മുമ്പിലും ഞാൻ നിരപരാധനാണല്ലോ. അപ്പോൾ രാജാവ് അത്യധികം സന്തോഷിച്ച് ദാനിയേലിനെ കുഴിയിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ കൽപ്പിച്ചു. ദാനിയേലിനെ കുഴിയിൽ നിന്ന് കയറ്റി തൻ്റെ ദൈവത്തിൽ ആശ്രയിച്ചിരുന്നുകൊണ്ട് അവനൊരു പോറൽ പോലും ഏറ്റതായി കണ്ടില്ല. ദാനിയേലിനെ കുറ്റം വിധിച്ചവരെയും അവരുടെ ഭാര്യമാരെയും കുട്ടികളെയും രാജകൽപ്പന പ്രകാരം കൊണ്ടുവന്ന് സിംഹത്തിൻ്റെ കുഴിയിലെറിഞ്ഞു. കുഴിയുടെ അടിയിലെത്തും മുൻപേ സിംഹങ്ങൾ അവരെ അടിച്ചു വീഴ്ത്തി അസ്ഥികൾ ഒടിച്ചു നുറുക്കി. പ്രിയമുള്ളവരെ, ദാനിയേലിനോട് ശത്രുതയും വിദ്വേഷവും വെറുപ്പും പുലർത്തിയവർക്ക് പറ്റിയ അപകടമെന്ന് പറയുന്നത് നിസ്സാരമല്ല. അവരെ കുഴിയിലേക്ക് ഇട്ടപ്പോൾ തന്നെ സിംഹം ചാടി പിടിച്ചു അവരുടെ അസ്ഥികളെല്ലാം ഓടിച്ചു. എന്ന് പറഞ്ഞാൽ അവരെ നിശേഷം ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചു. അപ്പോൾ വിശ്വാസത്തിലൂടെ ദാനിയേൽ സിംഹങ്ങളുടെ വായടച്ചു എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, ആ രാജാവിനെ തന്നെയും സത്യദൈവത്തിൽ വിശ്വസിക്കുവാനിടയാക്കി, ഒരു ദേശത്തെ സത്യവിശ്വാസത്തിലേക്ക് വരുത്തുവാനിടയാക്കി. ഇവിടെയും ഇവരുടെ വിശ്വാസം നിലനിർത്തുന്നതിന് വേണ്ടി തൻ്റെ ജീവൻ വരെ അപകടത്തിലാക്കി എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള അപകടത്തിൽ നിന്നെല്ലാം കർത്താവ് രക്ഷിക്കുമെന്നവർ പൂർണ്ണമായി വിശ്വസിച്ചിരുന്നു. കാരണം എന്താണ്? കർത്താവിന് മാറ്റമില്ലാത്തവനാണ്. മാറ്റമോ മാറ്റത്തിൻ്റെ നിഴലോ ഇല്ലാത്തവനാണ്. അവൻ വാക്ക് പറഞ്ഞാൽ അതങ്ങനെ തന്നെ സംരക്ഷിക്കും. ദാനിയേലിനെ സംരക്ഷിച്ചു, റാഹബിനെ സംരക്ഷിച്ചു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വിശ്വാസം നമ്മളെ രക്ഷിക്കും.
വിശ്വാസത്തിന് വേണ്ടി നമ്മൾ നിലകൊള്ളണം. നമ്മളുടെ ജീവിതത്തിലുണ്ടാകുന്ന കഷ്ടങ്ങളിലും നഷ്ടങ്ങളിലും പ്രയാസങ്ങളിലൊക്കെ നമ്മൾ വിശ്വാസത്തിന് വേണ്ടി നിലകൊള്ളണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ വിശ്വാസത്തിൻ്റെ പൂർണ്ണത അനുഭവിക്കുവാനായിട്ട് കഴിയുള്ളൂ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ശുശ്രൂഷ അവസാനിപ്പിക്കാം. തുടർന്ന് നമുക്ക് മുന്നോട്ട് ഈ വിശ്വാസത്തെക്കുറിച്ച് തന്നെ ചില ഭാഗങ്ങൾ കൂടി ചിന്തിക്കാനുണ്ട്. നമുക്ക് നമ്മൾ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. രാഘബ് എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ വിശ്വാസം വഴി അവളുടെ കുടുംബത്തെ അങ്ങ് രക്ഷിച്ചു. അങ്ങ് മാറ്റമില്ലാത്തവനാണ്. മാറ്റമോ മാറ്റത്തിൻ്റെ നിഴലോ ഇല്ല അങ്ങിൽ എന്ന് യാക്കോബിലെ ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കർത്താവേ, വിശ്വാസത്തിൻ്റെ കൃപ നൽകണമേ. ദാനിയേലിനെ ഞങ്ങൾ ഇന്ന് ദാനിയേലിൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിലൂടെ ദാനിയേലിൻ്റെ അവസ്ഥ ഒരിക്കൽ കൂടെ മനസ്സിലാക്കി. കർത്താവേ, നിൻ്റെ കൃപ ഞങ്ങളിലേക്ക് വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കും ഇതുപോലുള്ള ആപൽഘട്ടത്തിൽ വിശ്വാസത്തിൽ പതറിപ്പോകാതെ വിശ്വാസത്തിൽ ജ്വലിച്ചു നിൽക്കുവാൻ മർക്കോസ് 4:40 ഞങ്ങൾ വായിക്കുന്നു, നിങ്ങളുടെ വിശ്വാസം കുറഞ്ഞു പോയോ? നിങ്ങൾ എന്തിന് ഭയപ്പെടുന്നു? കർത്താവേ, വിശ്വാസത്തോടു കൂടെ നിൽക്കുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും എല്ലാ ഈശ്വരങ്ങളാലും നിറയ്ക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഹല്ലേലൂയ.